വെൽക്കം സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് വെൽ ഫൗണ്ടേഷൻ്റെ എലമെൻറ്റ്സ് ആയിരുന്നു, അഥവാ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ആയിരുന്നു. നൗ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് പ്രോബ്ലംസ് എൻകൗണ്ടേർഡ് ഇൻ വെൽ സിങ്കിങ്. അതായത് നമ്മളൊരു വെൽ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. വെൽ സിങ്കിങ് എന്ന് വെച്ചാൽ വെൽ പെനിട്രേറ്റ് ചെയ്യുക, അഥവാ വെൽ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു വെൽ സിങ്കിങ് നടത്തുന്ന സമയത്ത്, അഥവാ വെൽ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുന്നതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫോളോയിങ് പ്രോബ്ലംസ് ആർ യൂഷ്വലി ഫേസ്ഡ് ഡ്യൂറിങ് ദ സിങ്കിങ് ഓഫ് വെൽസ്. വെൽസിൻ്റെ സിങ്കിങ്ങിൽ താഴെ പറയുന്ന പ്രോബ്ലംസ് പൊതുവേ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട്. ഫസ്റ്റ് പോയിന്റ് പറയുന്നു റെഡ് കളറിൽ, ബ്ലോയിങ് ഓഫ് സാൻഡ് അണ്ടർ ദി കട്ടിംഗ് എഡ്ജ്. അതായത് കട്ടിംഗ് എഡ്ജിൻ്റെ താഴെയുള്ള ആ ഒരു സോയിലിൻ്റെ ഒരു ബ്ലോ വരാൻ ചാൻസ് ഉണ്ട്. എന്താണ് അതിൻ്റെ പ്രശ്നം? ദ ബ്ലോയിങ് ഓഫ് സാൻഡ് ക്രിയേറ്റ്സ് ഡേഞ്ചർ ടു ദ മെൻ വർക്കിംഗ് ഇൻസൈഡ്. ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ വർക്കേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരു വെല്ല് താഴോട്ട് പെനിട്രേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വർക്കേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. താഴോട്ട് പെനിട്രേറ്റ് ചെയ്യുമ്പോൾ വർക്കേഴ്സ് തീർച്ചയായിട്ടും വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ആ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നല്ലൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് ഈ ഒരു സാൻഡ് ബ്ലോ ചെയ്യുന്നത് കാരണം. എന്ന് വെച്ചാൽ സാൻഡ് ബ്ലോ ചെയ്യുകയെന്ന് വെച്ചാൽ സാൻഡ് ഇങ്ങനെ വീശി അടിക്കുക എന്നുള്ളതാണ്. താഴോട്ട് ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്യുമ്പോൾ പൊടി ഇങ്ങനെ പാറുന്ന ഒരു അവസ്ഥയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും വർക്കേഴ്സിന് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഒന്നാമത്തെ പ്രോബ്ലം. രണ്ടാമത്തെ പ്രോബ്ലം വളരെ മേജറായിട്ട് കാണുന്ന ഒരു പ്രോബ്ലമാണ് ടിൽറ്റ് ഓഫ് വെൽ. അതായത് വെല്ലൊന്ന് ടിൽറ്റ് ചെയ്യുക. ടിൽറ്റ് ഓഫ് ദ വെൽ ഒക്കേഴ്സ് ഡ്യൂ ടു ദ നോൺ യൂണിഫോം സിങ്കിങ്. അതായത് നോൺ യൂണിഫോം സിങ്കിങ് വരുമ്പോഴാണ് ടിൽറ്റ് വരുന്നത്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിൽറ്റ് ഈസ് കോമൺ വെൻ വൺ പാർട്ട് ഓഫ് ദ വെൽ സിങ്സ് ലെസ് കമ്പയർഡ് ടു ദ അതർ പാർട്ട്. അതായത് ഒരു സൈഡ് മറ്റേ സൈഡിനേക്കാളും കൂടുതൽ താഴോട്ട് പെനിട്രേറ്റ് ചെയ്ത് പോകുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഫിഗർ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഫിഗർ നോക്കൂ നിങ്ങൾ. ഇപ്പോൾ ഈ ഒരു ഫിഗർ ജസ്റ്റ് നോക്കിയാൽ കാണാൻ പറ്റും, ലെഫ്റ്റ് സൈഡിനേക്കാളും റൈറ്റ് സൈഡ് താഴോട്ട് പോയിട്ടുണ്ട്. ഫിഗർ മാത്രം നോക്കിയാൽ മതി നിങ്ങൾ. ആ ഒരു ലെഫ്റ്റ് സൈഡിനെ അപേക്ഷിച്ചിട്ട് റൈറ്റ് സൈഡ് കുറച്ച് താഴോട്ട് പോയിട്ടുണ്ട്. സോ ഇതാണ് ഈ ഒരു ടിൽറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഭാഗം മറ്റേ റൈറ്റ് ഭാഗം ലെഫ്റ്റ് ഭാഗത്തിനേക്കാളും താഴോട്ട് പോയത് ഫിഗറിൽ കാണാൻ പറ്റും. അപ്പോൾ ഒരു ഭാഗം മറ്റേ ഭാഗത്ത് അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടെ താഴോട്ട് പെനിട്രേറ്റ് ചെയ്ത് പോകുന്നു എന്നതാണ് ആ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ അതാണ് ടിൽറ്റ് ഓഫ് വെൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോൺ യൂണിഫോം സിങ്കിങ് ആണ്. ഒരു പാർട്ട് വേറൊരു ഭാഗത്തിനേക്കാളും സിങ്കായി പോകുന്നു. അതാണ് ടിൽറ്റ് ഓഫ് വെൽ. അത് വളരെ കോമൺ ആണ് ടിൽറ്റ് ഓഫ് വെൽ. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന പ്രോബ്ലം ടിൽറ്റ് തന്നെയാണ്. പിന്നെ കാണുന്ന ഒരു പ്രോബ്ലമാണ് ഷിഫ്റ്റ് ഓഫ് വെൽ. അതായത് ഉദ്ദേശിക്കുന്നത് ഇൻ സം കേസസ് ദ വെൽ ഈസ് നോട്ട് സങ്ക് ഇൻ ദ ഡിസൈർഡ് പൊസിഷൻ. നമ്മൾ ഉദ്ദേശിക്കുന്ന പൊസിഷനിലാവില്ല ഒരു പക്ഷേ വെല്ല് സിങ്ക് ആവുന്നത്. ഇറ്റ് ഷിഫ്റ്റ്സ് എവേ ഫ്രം ദ ഡിസൈർഡ് പൊസിഷൻ. ദിസ് ഈസ് കോൾഡ് ഷിഫ്റ്റ് ഓഫ് വെൽ. നമ്മൾ ഉദ്ദേശിക്കുന്ന പൊസിഷനിൽ കിട്ടണമെന്നില്ല, കുറച്ച് മാറിപ്പോകും. അപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു കൺസ്ട്രക്ഷൻ സൈറ്റ് ഉണ്ട്, നമ്മളതിൻ്റെ സെൻറ്ററിൽ തന്നെ കറക്റ്റായിട്ട് വെല്ല് സിങ്ക് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നു. പക്ഷേ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കറക്റ്റ് സെൻറ്ററിലാവണമെന്നില്ല. ചിലപ്പോൾ കുറച്ച് സെൻറ്ററിൽ നിന്ന് ഒന്ന് റൈറ്റിലോട്ട് മാറിപ്പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് കുറച്ച് ലെഫ്റ്റിലോട്ട് മാറിപ്പോയിട്ടുണ്ടായിരിക്കും. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ കറക്റ്റായിട്ട് വെല്ല് സിങ്കായി കിട്ടാത്ത അവസ്ഥ, അതിനെയാണ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞ് സെൻറ്ററിൽ കുത്താൻ ഉദ്ദേശിച്ചു, പക്ഷേ കൺസ്ട്രക്ട് ചെയ്ത് വരുമ്പോഴേക്ക് സെൻറ്ററിൽ നിന്ന് മാറിയിട്ട് കുറച്ച് ലെഫ്റ്റിലോട്ടോ കുറച്ച് റൈറ്റിലോട്ടോ തെന്നി പോകുന്ന അവസ്ഥ, അതിനെയാണ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ 3 പ്രോബ്ലംസും പൊതുവേ കാണപ്പെടാറുള്ള പ്രോബ്ലംസാണ് വെൽ സിങ്കിങ്ങിൽ. ഇതിൽ ഒന്നാമത് പറഞ്ഞ പ്രോബ്ലം ബ്ലോയിങ് ഓഫ് സാൻഡാണ്. അത് അത്ര വലിയ സീരിയസ് പ്രോബ്ലമായിട്ട് നമ്മൾ എടുക്കാറില്ല. പക്ഷേ രണ്ടാമത് പറഞ്ഞ ടിൽറ്റ് ഓഫ് വെല്ലും മൂന്നാമത് പറഞ്ഞ ഷിഫ്റ്റ് ഓഫ് വെല്ലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസാണ്, വളരെ ബുദ്ധിമുട്ടുള്ള പ്രോബ്ലംസാണ്. നമ്മുടെ വെല്ലിൻ്റെ സേഫ്റ്റിയെയും സ്റ്റെബിലിറ്റിയും ഒക്കെ വളരെ സാരമായിട്ട് ബാധിക്കുന്ന പ്രോബ്ലംസാണ്. അതുകൊണ്ട് തന്നെ ടിൽറ്റും ഷിഫ്റ്റും എൻജിനീയേഴ്സ് വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. സോ മെത്തേഡ്സ് ടു റെക്ടിഫൈ ടിൽറ്റ്സ് ആൻഡ് ഷിഫ്റ്റ്സ്, ഈ 2 പ്രോബ്ലംസ് എങ്ങനെ പരിഹരിക്കാൻ പറ്റും, എങ്ങനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ കുറച്ച് മെത്തേഡ്സ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ളൊരു ടോപ്പിക്. എലമെൻറ്റ്സ് ഓഫ് വെൽ ഫൗണ്ടേഷൻ പറയുമ്പോൾ പറഞ്ഞിരുന്നു, അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാം. ഈ ഒരു വെൽ ഫൗണ്ടേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് തന്നെയാണ് മെത്തേഡ്സ് ടു റെക്ടിഫൈ ടിൽറ്റ്സ് ആൻഡ് ഷിഫ്റ്റ്സ്. ടിൽറ്റും ഷിഫ്റ്റും റെക്ടിഫൈ ചെയ്യാനുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അൺഡൗട്ടഡ്ലി ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻ വെൽ ഫൗണ്ടേഷൻ. വെൽ ഫൗണ്ടേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
ഫോളോയിങ് മെത്തേഡ്സ് ആർ യൂഷ്വലി അഡോപ്റ്റഡ് ടു റെക്ടിഫൈ ടിൽസ് ആൻഡ് ഷിഫ്റ്റ്സ് ഓഫ് വെൽ. താഴെ പറയുന്ന മെത്തേഡ്സ് പൊതുവെ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. കുറച്ചധികം മെത്തേഡ്സ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ കൺട്രോൾഡ് ഡ്രെഡ്ജിങ്, സെക്കൻഡ് വൺ എക്സെൻട്രിക് ലോഡിംഗ്, തേർഡ് വൺ വാട്ടർ ജെറ്റിംഗ്, ഫോർത്ത് വൺ ഇൻസേർഷൻ ഓഫ് ഹുക്ക് അണ്ടർ ദി കട്ടിംഗ് എഡ്ജ്, ഫിഫ്ത്ത് വൺ ഇൻസേർഷൻ ഓഫ് വുഡൻ സ്ലീപ്പർ അണ്ടർ ദ കട്ടിംഗ് എഡ്ജ്, സിക്സ്ത് വൺ പുള്ളിംഗ് ദ വെൽ, സെവൻത്ത് വൺ സ്ട്രെറ്റിംഗ് ദ വെൽ, എയ്ത്ത് വൺ പുഷിംഗ് ദ വെൽസ് ബൈ ജാക്ക് ആൻഡ് നയൻത്ത് വൺ കോമ്പിനേഷൻ ഓഫ് ദി എബവ് മെത്തേഡ്സ്. സോ ഈ ഒരു 9 മെത്തേഡ്സ് നമുക്ക് മെത്തേഡ്സ് ടു റെക്ടിഫൈ ടിൽസ് ആൻഡ് ഷിഫ്റ്റ്സ് ആണ്. നമുക്ക് ഒന്നാമത്തത് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. കൺട്രോൾഡ് ഡ്രെഡ്ജിങ്. സോ എന്താണ് കൺട്രോൾഡ് ഡ്രെഡ്ജിങ് എന്ന് നോക്കാം. പറയുന്നത് നോക്കൂ. ഫസ്റ്റ് പോയിന്റ്, കൺട്രോൾഡ് ഡ്രെഡ്ജിങ് ഈസ് ഓൾസോ കോൾഡ് ഡ്രെഡ്ജിങ് വിത്ത് ഹുക്കിംഗ്. കൺട്രോൾഡ് ഡ്രെഡ്ജിങ്ങിനെ ഡ്രെഡ്ജിങ് വിത്ത് ഹുക്കിംഗ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഇതിൽ ചെയ്യുന്നത് നോക്കൂ. നെക്സ്റ്റ് പോയിന്റ്, ഇൻ ദിസ് മെത്തേഡ് എ ഹോൾ ഈസ് മെയ്ഡ് ഇൻ ദ സ്റ്റെയിനിങ് ഇൻ ദ ഹയർ സൈഡ്. എ ഹുക്ക് ഈസ് ഓൾസോ പ്രൊവൈഡഡ് ഓൺ ദ ഹയർ സൈഡ്. ദെയർ ആഫ്റ്റർ ദ റോപ്പ് ഈസ് പുൾഡ് ത്രൂ ദ ഹുക്ക്. അതായത് ഒരു കയറിട്ടിട്ട് വലിക്കുക എന്നതാണ്. അപ്പോൾ ഈ ഒരു എക്സ്പ്ലനേഷൻ നോക്കുമ്പോൾ നമുക്ക് അത്ര ക്ലിയർ ആവണമെന്നില്ല, പക്ഷേ അതിൻ്റെ ഫിഗർ കണ്ടാൽ അത് വളരെ ക്ലിയർ ആവും. ഇതാണ് ആക്ച്വലി കൺട്രോൾഡ് ഡ്രെഡ്ജ് എന്ന് പറയുന്നത്. നിങ്ങൾ പ്രത്യേകം കാണാൻ പറ്റും. നമ്മൾ ഈ ഒരു ലെഫ്റ്റിലുള്ള സ്റ്റെയിനിങ്ങിൽ ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിലൂടെ ഒരു ഹുക്ക് കടത്തിയിരിക്കുന്നത് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഫിഗറിൽ ഒരു ഹുക്ക് കാണാൻ പറ്റും. ആ ഹുക്കിൻ്റെ ഉള്ളിലൂടെ ഒരു പുള്ളി ഇട്ടിട്ട് പുള്ളിയുടെയും റോപ്പിൻ്റെയും സഹായത്തോടു കൂടി വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഭാഗം കുറച്ച് മുകളിലാണ്, റൈറ്റ് ഭാഗം താഴെയാണ്. അഥവാ റൈറ്റ് സൈഡ് കുറച്ച് താഴോട്ട് പെനിട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഒന്ന് വലിച്ചിട്ട് ആ കയറിട്ട് വലിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അതിനെ നോർമൽ പൊസിഷനിലോട്ട് കൊണ്ടുവരുന്നു. എന്ന് വെച്ചാൽ ഒരു ഹൊറിസോണ്ടൽ പൊസിഷനിലോട്ട് കൊടുക്കുന്നു. ഇപ്പോൾ ഇതൊരു ടിൽറ്റഡ് ഫോമിലാണ്, ഒന്ന് ചെരിഞ്ഞിട്ടുണ്ട്. ആ ചെരിവ് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, കയറിട്ട് വലിച്ചിട്ട് ഹൊറിസോണ്ടലാക്കി മാറ്റുന്നു. ആ ഒരു ഫിഗർ കണ്ടാൽ തന്നെ കാണാൻ പറ്റും. പുള്ളിയുടെ സഹായത്തോടുകൂടി ഹുക്കിലൂടെ കൊളുത്തിട്ട് വലിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ടിൽറ്റ് ചെയ്തിരിക്കുന്ന ചെരിഞ്ഞിരിക്കുന്ന സാധനത്തിനെ ഹൊറിസോണ്ടലായിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ അതാണ് കൺട്രോൾഡ് ഡ്രെഡ്ജിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതാണ് പറഞ്ഞത്. ഇൻ ദിസ് മെത്തേഡ് എ ഹോൾ ഈസ് മെയ്ഡ് ഇൻ ദ സ്റ്റെയിനിങ് ഇൻ ദ ഹയർ സൈഡ്. സ്റ്റെയിനിങ് ഇൻ ദ ഹയർ സൈഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അധികം താഴോട്ട് പെനിട്രേറ്റ് ചെയ്യാത്ത പോർഷനാണ് ഹയർ സൈഡ്. അത് ലെഫ്റ്റ് പോർഷനാണ്. നിങ്ങൾ കാണാൻ പറ്റും മുകളിൽ നിൽക്കുന്നത് ലെഫ്റ്റ് പോർഷനാണ്. റൈറ്റ് പോർഷൻ കുറച്ചുകൂടെ താഴോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് ലോവർ സൈഡ് എന്നാണ് പറയുക, ലോ പോർഷൻ എന്നാണ് പറയുക. കാരണം കുറച്ചുകൂടെ അധികം പെനിട്രേറ്റ് ചെയ്ത് പോയല്ലോ. ലെഫ്റ്റ് ഭാഗമാണെങ്കിൽ അധികം പെനിട്രേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ ഹയർ സൈഡ് എന്ന് വിളിക്കുന്നു, മുകളിൽ നിൽക്കുന്നു എന്ന അർത്ഥത്തിൽ. അപ്പോൾ ഈ ഒരു ഹയർ സൈഡിൽ എന്ത് ചെയ്യുന്നു, ഹുക്കിട്ട് വലിച്ചിട്ട് പുള്ളിയുടെ സഹായത്തോടു കൂടി വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഹൊറിസോണ്ടലായിട്ട് മാറും. ഇതിനെയാണ് കൺട്രോൾഡ് ഡ്രെഡ്ജിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞത്. എ ഹോൾ ഈസ് മെയ്ഡ് ഇൻ ദ സ്റ്റെയിനിങ് ഇൻ ദ ഹയർ സൈഡ്. എ ഹുക്ക് ഈസ് ഓൾസോ പ്രൊവൈഡഡ് ഓൺ ദ ഹയർ സൈഡ്. ദർ ആഫ്റ്റർ ദ റോപ്പ് ഈസ് പുൾഡ് ത്രൂ ദ ഹുക്ക്. ആ ഫിഗറിൽ കാണുന്നത് പോലെ റോപ്പ് വെച്ച് വലിച്ചു കഴിഞ്ഞാൽ ഹൊറിസോണ്ടലാക്കി മാറ്റാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് കൺട്രോൾഡ് ഡ്രെഡ്ജിങ്. ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡിലോട്ട് കിടക്കാം, എക്സെൻട്രിക് ലോഡിംഗ്. സോ എന്താണ് എക്സെൻട്രിക് ലോഡിംഗ് എന്നതും കൂടെ ഉദ്ദേശിക്കുന്നത് നോക്കാം. നെക്സ്റ്റ് എക്സെൻട്രിക് ലോഡിംഗ്. ഫസ്റ്റ് പോയിന്റ് പറയുന്നു, ഇൻ ദിസ് മെത്തേഡ് എക്സെൻട്രിക് ലോഡിംഗ് ഈസ് അപ്ലൈഡ് ഓൺ ദ ഹയർ സൈഡ് ടു ഇൻക്രീസ് ദ സിങ്കിങ്. ഫോർ ദിസ് പർപ്പസ് എ suitable പ്ലാറ്റ്ഫോം ഈസ് ഓൾസോ കൺസ്ട്രക്റ്റഡ് ഓൺ ദ ഹയർ സൈഡ്. ഫിഗർ വഴി നോക്കാം. അപ്പോൾ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം, ഞാൻ വീണ്ടും പറയുകയാണ്, ഹയർ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് സൈഡാണ്. കാരണം ലെഫ്റ്റ് സൈഡാണ് അധികം പെനിട്രേറ്റ് ചെയ്യാത്തത്. റൈറ്റ് സൈഡ് നന്നായിട്ട് പെനിട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് പെനിട്രേറ്റ് ചെയ്ത് താഴോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ലെഫ്റ്റ് സൈഡ് അധികം പെനിട്രേറ്റ് ചെയ്ത് താഴോട്ട് പോയിട്ടില്ല. അപ്പോൾ അൺഈക്വലായിട്ട് സിങ്കിങ് വന്നു, ഒന്ന് ചെരിഞ്ഞു, നമ്മുടെ വെൽ ഫൗണ്ടേഷൻ ഒന്ന് ചെരിഞ്ഞു. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതിന് തിരിച്ച് ഹൊറിസോണ്ടലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കൂ. നിങ്ങൾക്ക് പ്രത്യേകം കാണാൻ പറ്റും, ഒരു എക്സെൻട്രിക് ലോഡിങ് ലെഫ്റ്റ് പോർഷനിൽ അഥവാ ഹയർ സൈഡിൽ ഒരു എക്സെൻട്രിക് ലോഡിങ് അപ്ലൈ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ പറ്റും. കറക്റ്റായിട്ട് കുറേ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് ഒരു എക്സെൻട്രിക് ലോഡിങ് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ആ എക്സെൻട്രിക് ലോഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് RS ജോയിസ്റ്റ് എന്ന സംഭവം കൊടുത്തിട്ടുണ്ട്. RS ജോയിസ്റ്റ് കൊടുത്തിരിക്കുന്നത് ആ എക്സെൻട്രിക് ലോഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു RS ജോയിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി ഒരു എക്സെൻട്രിക് ലോഡിങ് അപ്ലൈ ചെയ്താൽ എന്താ സംഭവിക്കുക, ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ആ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും എന്ത് സംഭവിക്കുന്നു. ആ ഹൊറിസോണ്ടൽ പൊസിഷനിലോട്ട് വരിക ചെയ്യുക. കറക്റ്റായിട്ട് കാണാൻ പറ്റും. അവിടെ അങ്ങോട്ട് ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നിങ്ങനെ ചെരിഞ്ഞിട്ട് തീർച്ചയായിട്ടും ആ ഒരു ഹൊറിസോണ്ടൽ പൊസിഷനിലോട്ട് സ്വാഭാവികമായിട്ടും ആ ഒരു വെല്ല് വരും. അപ്പോൾ ഇതാണ് ആക്ച്വലി എക്സെൻട്രിക് ലോഡിംഗ് എന്ന് പറയുന്നത്. എവിടെയാണോ അധികം പെനിട്രേറ്റ് ചെയ്യാത്തത് ആ
ഭാഗത്ത് എന്ത് ചെയ്യുക, എക്സെൻട്രിക് ലോഡിങ് അപ്ലൈ ചെയ്യുക. സ്വാഭാവികമായിട്ടും അത് നിവർന്ന് വരും, ഹൊറിസോണ്ടൽ പൊസിഷനിലോട്ട് നമ്മുടെ വെല്ല് വരും. അതാണ് എക്സെൻട്രിക് ലോഡിങ്ങിൻ്റെ ഗുണം. സോ ദിസ് ഈസ് കോൾഡ് എക്സെൻട്രിക് ലോഡിങ്. RS ജോയിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി എക്സെൻട്രിക് ലോഡിങ് അപ്ലൈ ചെയ്യുന്നു. സോ അതാണ് പറഞ്ഞത്, എക്സെൻട്രിക് ലോഡിങ് ഈസ് അപ്ലൈഡ് ഓൺ ദ ഹയർ സൈഡ് ടു ഇൻക്രീസ് ദ സിങ്കിങ്. ഫോർ ദിസ് പർപ്പസ് എ സൂയിറ്റബിൾ പ്ലാറ്റ്ഫോം ഈസ് ഓൾസോ കൺസ്ട്രക്റ്റഡ് ഓൺ ദ ഹയർ സൈഡ്. അപ്പോൾ ഒരു സൂയിറ്റബിൾ പ്ലാറ്റ്ഫോം കൺസ്ട്രക്ട് ചെയ്യാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, RS ജോയിസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യാനുള്ളതാണ്. RS ജോയിസ്റ്റ് വെച്ചിട്ട് ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, അതിൻ്റെ മുകളിലാണ് നമ്മൾ എക്സെൻട്രിക് ലോഡിങ് അപ്ലൈ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു എക്സെൻട്രിക് ലോഡിങ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഹൊറിസോണ്ടലിലോട്ട് വരും. എങ്ങനെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകം പറയുന്നുണ്ട്, ഇൻക്രീസ് ദ സിങ്കിങ് എന്ന്. പോയിന്റ് വായിച്ച് നോക്കണം. ഇൻ ദിസ് മെത്തേഡ് എക്സെൻട്രിക് ലോഡിങ് ഈസ് അപ്ലൈഡ് ഓൺ ദ ഹയർ സൈഡ് ടു ഇൻക്രീസ് ദ സിങ്കിങ്. എന്ന് വെച്ചാൽ ഈ ഒരു ലെഫ്റ്റ് സൈഡ് ആവശ്യത്തിന് താഴോട്ട് പോയിട്ടില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു എക്സെൻട്രിക് ലോഡിങ് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും റൈറ്റ് പോർഷൻ എത്രയാണോ താഴോട്ട് പോയത് അതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ലെഫ്റ്റ് പോർഷനെയും താഴ്ത്താൻ പറ്റും. സ്വാഭാവികമായിട്ടും തിരിഞ്ഞ് വന്നിട്ട് എന്ത് ചെയ്യും, കറക്റ്റായിട്ട് ഒരു ഹൊറിസോണ്ടൽ പൊസിഷൻ നമുക്ക് കിട്ടാൻ പറ്റും. അപ്പോൾ എക്സെൻട്രിക് ലോഡിങ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഒരു ലെഫ്റ്റ് സൈഡും കൂടെ റൈറ്റ് സൈഡിൻ്റെ അതുപോലെ താഴ്ന്നു പോകും. സ്വാഭാവികമായിട്ടും കറക്റ്റ് ഹൊറിസോണ്ടൽ പൊസിഷനിലോട്ട് നമുക്ക് വെല്ലിനെ എത്തിക്കാൻ പറ്റും. അതാണ് എക്സെൻട്രിക് ലോഡിങ്ങിൻ്റെ ഗുണം. അപ്പോൾ RS ജോയിസ്റ്റ് വെച്ചൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് അവിടെ എക്സെൻട്രിക് ലോഡിങ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് നന്നായിട്ട് പെനിട്രേറ്റ് ചെയ്യും, റൈറ്റ് സൈഡ് പെനിട്രേറ്റ് ചെയ്ത് അത്രയും തന്നെ ലെഫ്റ്റ് സൈഡും പെനിട്രേറ്റ് ചെയ്യും, ഹൊറിസോണ്ടൽ പൊസിഷനിലോട്ട് നമ്മുടെ വെല്ല് എത്തിച്ചേരും. അതാണ് അതിൻ്റെ ഗുണം. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് എക്സെൻട്രിക് ലോഡിങ്. സോ എക്സെൻട്രിക് ലോഡിങ് പറഞ്ഞു. ഈ തേർഡ് മെത്തേഡ് വാട്ടർ ജെറ്റിംഗ് ആണ്. സോ എന്താണ് വാട്ടർ ജെറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. തേർഡ് വൺ, വാട്ടർ ജെറ്റിംഗ്. വാട്ടർ ജെറ്റിങ്ങിനെ പറ്റി പറയുന്നത് നോക്കൂ. ഇതിന് ഫിഗർ ഇല്ല. വാട്ടർ ജെറ്റിംഗ് എന്ന മെത്തേഡ് നമ്മൾ ഫിഗർ കാണിച്ചിട്ടില്ല, വളരെ സിമ്പിളാണത്. ഇൻ ദിസ് മെത്തേഡ് വാട്ടർ ജെറ്റ് ഈസ് അപ്ലൈഡ് ഓൺ ദ ഹയർ സൈഡ് ഓഫ് ദ വെൽ. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഫിഗറിൽ ഇപ്പോൾ എക്സെൻട്രിക് ലോഡിംഗ് ആണല്ലുള്ളത്. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത എക്സെൻട്രിക് ലോഡിങ് വെച്ചിട്ട് എന്ത് ചെയ്തു, താഴ്ത്തി, ലെഫ്റ്റ് സൈഡിനെ താഴ്ത്തി. വേറൊരു പരിപാടി ചെയ്യാവുന്നത് വാട്ടർ ജെറ്റിംഗ് ആണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഇതാണ് നമ്മുടെ വെൽ ഫൗണ്ടേഷൻ എന്ന് സങ്കല്പിക്കുക. അവിടെ പുള്ളിയും ഹുക്കും റോപ്പൊന്നും ഇല്ല എന്ന് സങ്കല്പിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ലെഫ്റ്റ് പോർഷനിൽ വാട്ടർ ജെറ്റ് യൂസ് ചെയ്യാണ്. ലെഫ്റ്റ് പോർഷനാണല്ലോ അധികം താഴാത്തത്. അപ്പോൾ ലെഫ്റ്റ് പോർഷനിൽ വാട്ടർ ജെറ്റ് യൂസ് ചെയ്യുന്നു. ലെഫ്റ്റ് പോർഷനിൽ വാട്ടർ ജെറ്റ് യൂസ് ചെയ്ത് എന്താ സംഭവിക്കുക, ആ സോയിലിൻ്റെ സ്ട്രെങ്ത്ത് കുറയും. അതായത് സോയിലൊന്ന് വീക്കാവും. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ആ ലെഫ്റ്റ് പോർഷൻ കുറച്ച് താഴോട്ട് പെനിട്രേറ്റ് ചെയ്യും. കാരണം സോയിൽ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ സോയിൽ വീക്കാവുമ്പോൾ സോയിലിന് സപ്പോർട്ടിംഗ് പവർ കുറച്ച് കുറയും. സ്വാഭാവികമായിട്ടും ലെഫ്റ്റ് പോർഷൻ കുറച്ചുകൂടെ താഴോട്ട് പോകും. അങ്ങനെ താഴോട്ട് പോയാലുള്ള അഡ്വാൻറ്റേജ് എന്താണ്, ഇവിടെ ഇപ്പോൾ റൈറ്റ് പോർഷൻ ആണല്ലോ ലെഫ്റ്റ് പോർഷനേക്കാളും താഴോട്ട് പോയി കിടക്കുന്നത്. അപ്പോൾ നമ്മൾ റൈറ്റ് പോർഷൻ കുറച്ച് അധികം താഴോട്ട് പോയിട്ടുണ്ട്, അതേ ലെവലിലോട്ട് എന്തിനേയും കൂടെ എത്തിക്കണം, ലെഫ്റ്റ് പോർഷൻ വഴിയും എത്തിച്ചു കഴിഞ്ഞാൽ ഹൊറിസോണ്ടലായിട്ട് മാറും. ആ ഒരു ടിൽറ്റിൻ്റെ പ്രശ്നം അവിടെ തീരും. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്, ലെഫ്റ്റ് പോർഷനിൽ നന്നായിട്ട് വാട്ടർ ജെറ്റ് അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് പോർഷൻ്റെ സോയിലിൻ്റെ സ്ട്രെങ്ത്ത് കുറച്ച് കുറയും. സ്വാഭാവികമായിട്ടും ലെഫ്റ്റ് പോർഷൻ കുറച്ചുകൂടെ താഴോട്ട് പെനിട്രേറ്റ് ചെയ്യും, റൈറ്റ് പോർഷൻ്റെ അതേ ലെവലിലോട്ട് എത്തും. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ആ ടിൽറ്റ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതാണ് വാട്ടർ ജെറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതാണ് വാട്ടർ ജെറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ ദിസ് മെത്തേഡ് വാട്ടർ ജെറ്റ് ഈസ് അപ്ലൈഡ് ഓൺ ദ ഹയർ സൈഡ് ഓഫ് ദ വെൽ. ഹയർ സൈഡ് എന്ന് വെച്ചാൽ അധികം പെനിട്രേറ്റ് ചെയ്യാത്ത പോർഷനാണത്, ലെഫ്റ്റ് പോർഷനാണ്, അവിടെ അപ്ലൈ ചെയ്യുന്നു. വാട്ടർ ജെറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ സൈഡ് ഫ്രിക്ഷൻ ആൻഡ് റെക്ടിഫൈ ദ ടിൽറ്റ് ഓഫ് വെൽ. സൈഡ് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വാഭാവികമായിട്ടും സോയിലിൻ്റെ സ്ട്രെങ്ത്ത് ജസ്റ്റ് കുറയുന്നു. ആ ഒരു സോയിലിൻ്റെ ഒരു സ്ട്രെങ്ത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ താഴോട്ട് ലെഫ്റ്റ് പോർഷന് താഴാൻ പറ്റും. അങ്ങനെ ഹൊറിസോണ്ടലിലോട്ട് എത്തും, ടിൽറ്റ് റെക്ടിഫൈ ചെയ്യും. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് വാട്ടർ ജെറ്റിംഗ്. അതിന് ഫിഗർ ഇല്ല. നാലാമത്തെ മെത്തേഡ് പറയുന്നു ഇൻസേർഷൻ ഓഫ് ഹുക്ക് അണ്ടർ ദി കട്ടിംഗ് എഡ്ജ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നാലാമത്തത് ഇൻസേർഷൻ ഓഫ് ഹുക്ക് അണ്ടർ ദ കട്ടിംഗ് എഡ്ജ്. ഇൻ ദിസ് മെത്തേഡ് എ ഹുക്ക് ഈസ് ഇൻസേർട്ടഡ് ബിലോ ദ കട്ടിംഗ് എഡ്ജ് ഓൺ ദ ലോവർ സൈഡ് ഓഫ് ദ വെൽ. ദ ഹുക്ക് ഈസ് പുൾഡ് വിത്ത് എ വയർ റോപ്പ് ആൻഡ് ഗെറ്റ് സ്ട്രെയിറ്റ്. അപ്പോൾ ഫിഗർ നോക്കി കാണാൻ പറ്റും. ഇവിടെ ചെയ്യുന്നത്, നമ്മൾ നന്നായിട്ട് പെനിട്രേറ്റ് ചെയ്ത പോർഷനാണ് റൈറ്റ് പോർഷൻ. ആ റൈറ്റ് പോർഷൻ്റെ കട്ടിംഗ് എഡ്ജിൻ്റെ താഴെ ഒരു ഹുക്ക് കൊടുക്കുന്നു, എന്നിട്ട് കയറ് കെട്ടി വലിക്കുന്നു. എന്താ സംഭവിക്കുക, ഇവിടെ നമ്മൾ സംഭവിക്കുന്നത് നമ്മുടെ ലെഫ്റ്റ് പോർഷൻ അവിടെ അധികം താഴ്ന്നിട്ടില്ല. അപ്പോൾ ലെഫ്റ്റ് പോർഷൻ്റെ അതേ ലെവലിലോട്ട് എന്ത് ചെയ്യണം, റൈറ്റ് പോർഷൻ എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ കുറച്ച് ഓവറായിട്ട് പെനിട്രേറ്റ് ചെയ്ത് പോയി റൈറ്റ് പോർഷൻ.
ആ ഓവറായിട്ട് പെനിട്രേറ്റ് ചെയ്തുകൊണ്ടാണ് ടിൽറ്റ് വന്നത്. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഓവറായിട്ട് പെനിട്രേറ്റ് ചെയ്ത പോർഷൻ റൈറ്റ് പോർഷനാണ്. ആ റൈറ്റ് പോർഷൻ്റെ താഴെ ഒരു ഹുക്ക് കൊടുക്കുന്നു. ഹുക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, പുള്ളി കൊണ്ട് കെട്ടി വലിക്കുന്നു. സ്വാഭാവികമായിട്ടും കുറച്ച് മുകളിലോട്ട് റൈറ്റ് പോർഷൻ വരും, അഥവാ ലെഫ്റ്റ് പോർഷൻ്റെ അതേ ലെവലിലോട്ട് റൈറ്റ് പോർഷൻ വരും. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ഹൊറിസോണ്ടലാക്കി മാറ്റാൻ പറ്റും. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടിൽറ്റ് പരിഹരിക്കാൻ പറ്റും. സോ അതാണ് പ്രത്യേകം പറഞ്ഞത്. ഇൻസേർഷൻ ഓഫ് ഹുക്ക് അണ്ടർ ദ കട്ടിംഗ് എഡ്ജ് എന്ന് ഫിഗറിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് മെത്തേഡ്. എ ഹുക്ക് ഈസ് ഇൻസേർട്ടഡ് ബിലോ ദ കട്ടിംഗ് എഡ്ജ് ഓൺ ദ ലോവർ സൈഡ് ഓഫ് ദ വാൾ. ഇവിടെ ലോവർ സൈഡ് ഓഫ് ദ വെല്ലാണ്. ലോവർ സൈഡ് എന്ന് വെച്ചാൽ ഒരുപാട് അധികം പെനിട്രേറ്റ് ചെയ്ത് പോയ ഭാഗമാണ്. അത് റൈറ്റ് സൈഡാണ്. റൈറ്റാണ് അധികം പെനിട്രേറ്റ് ചെയ്ത് പോയത്. അപ്പോൾ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ഹുക്ക് കൊടുക്കുന്നു, എന്നിട്ട് പുള്ളി കൊണ്ട് വലിക്കുന്നു. The hook is pulled with a wire rope and get strained. Last sentence. The hook is pulled with a wire rope. വയർ റോപ്പ് കൊണ്ട് ഹുക്ക് പുള്ള് ചെയ്യുന്നു. ആൻഡ് ഗെറ്റ് സ്ട്രെയിൻ, ഒരു സ്ട്രെയിൻ കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും ലെഫ്റ്റിൻ്റെ അതേ ലെവലിലോട്ട് റൈറ്റിനെ നമുക്ക് എത്തിക്കാൻ പറ്റും. അങ്ങനെ ടിൽറ്റ് പരിഹരിക്കാൻ പറ്റും. സോ 4 മെത്തേഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൺട്രോൾഡ് ഡ്രെഡ്ജിങ് പറഞ്ഞു, എക്സെൻട്രിക് ലോഡിങ് പറഞ്ഞു, വാട്ടർ ജെറ്റിങ് പറഞ്ഞു, ഇൻസേർഷൻ ഓഫ് ഹുക്ക് അണ്ടർ കട്ടിംഗ് എഡ്ജ് പറഞ്ഞു. ഇനിയും കുറച്ചുകൂടെ മെത്തേഡ്സ് ഉണ്ട്. ബാക്കി മെത്തേഡ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ഐ ആം സ്റ്റോപ്പിംഗ് ഹിയർ. താങ്ക് യു.